അബുദാബിയിൽ ക്ഷേത്രം വന്നപ്പോൾ വലിയ ആഘോഷത്തോടെയാണ് ആ വാർത്തയെ സ്വീകരിച്ചത്. പ്രവാസികളൊക്കെ വളരെ സന്തോഷത്തോടെ വരവേറ്റു. അബുദാബിയുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് ആ ക്ഷേത്രത്തെ കണ്ടത്. ഇപ്പോൾ ഇതാ അതിന് കുറച്ചുകൂടി തിളക്കം വരികയാണ്. ആ ക്ഷേത്രത്തിന് അഭിമുഖമായി ഇതാ ഒരു ക്രൈസ്തവ ദേവാലയം കൂടി തുറന്നിരിക്കുന്നു. അത് മലയാളികളുടെ ഒരു ഏറെ കാലമായിട്ടുള്ളൊരു ആഗ്രഹം, അതും സാധ്യമായി. ദുബായിൽ നിന്നും അബുദാബിയുടെ വിശേഷങ്ങൾ നമ്മളോട് സുരേഷ് വെളിമുറ്റം പങ്കുവയ്ക്കും. സുരേഷ്, വളരെ മലയാളികൾക്ക് പ്രത്യേകിച്ചും കൂടുതൽ സന്തോഷം പകരുന്ന ഒരു നിമിഷമാണ്. അബുദാബി എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ UAE എങ്ങനെയാണ് മാറുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ആ ഒരു സന്ദേശം അത് കൂടുതൽ ശക്തമാവുകയാണ്. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു ഇഷ്ട കേന്ദ്രമായി ഇനി അബുദാബി മാറും. കാരണം ക്ഷേത്രവുമുണ്ട്, പള്ളിയുമുണ്ട്, അല്ലേ? മതസൗഹാർദ്ദത്തിൽ, മനുഷ്യത്വത്തിൽ, സ്നേഹത്തിൽ എല്ലാം ലോകത്തിന് തന്നെ പലപ്പോഴും മാതൃക കാട്ടിയിട്ടുള്ള രാജ്യമാണ് UAE. ആ UAEയുടെ തലസ്ഥാനത്ത് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസികൾക്കായി പുതിയ ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടനം. ഏറ്റവും വലിയ പ്രത്യേകത, അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബാബ്സ് ഹിന്ദു മന്ദിറിൽ നിന്നും അതിൻ്റെ മതിലിൽ നിന്നും തൊട്ടടുത്താണ് ഈ ആരാധനാലയം എന്നുള്ളതാണ്. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഈ രാജ്യം കൊടുക്കുന്ന പരിഗണന, എല്ലാ വിശ്വാസങ്ങൾക്കും ഈ രാജ്യം കൊടുക്കുന്ന പരിഗണന ഒക്കെ തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ ആരാധനാലയം. മാത്രമല്ല, ആരാധനാലയത്തിൻ്റെ സ്ഥലം ഏതാണ്ട് 4.37 ഏക്കർ സ്ഥലം അത് UAEയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സൗജന്യമായി നൽകിയതാണ്. ബാബ്സ് ഹിന്ദു മന്ദിറിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും സൗജന്യമായി തന്നെയാണ് നൽകിയിരുന്നത്. ഒരു അറബ് രാജ്യമാണ് മറ്റ് മതവിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം, ആരാധനാലയം നിർമ്മിക്കാനുള്ള സ്ഥലമൊക്കെ സൗജന്യമായി നൽകുന്നത്. ദുബായിൽ തന്നെ നമ്മൾ കണ്ടതാണ് ജബൽ അലിയിലെ വലിയ ഹിന്ദു ക്ഷേത്രം, അതിൻ്റെ സ്ഥലവും ഒക്കെ തന്നെ സൗജന്യമായി നൽകിയതാണ്. ഇങ്ങനെ എല്ലാ മതവിശ്വാസങ്ങളെയും ആളുകളെയും ആരാധനകളെയും ഒക്കെ തന്നെ ചേർത്ത് നിർത്തുകയാണ് ഈ രാജ്യം. ഏതായാലും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങും വലിയ പ്രത്യേകത ഉള്ളതായിരുന്നു. കാരണം ബാബ്സ് ഹിന്ദു മന്ദിറിലെ സ്വാമി ബ്രഹ്മവിഹാരിദാസ് അടക്കമുള്ള ആളുകളാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നത്. വിശിഷ്ടാതിഥിയായാണ് അദ്ദേഹം പങ്കെടുത്തത്. മാത്രമല്ല, മറ്റ് ഇടവകകളിലെ മുതിർന്ന പുരോഹിതരും എത്തിയിരുന്നു, വ്യവസായ പ്രമുഖരുമൊക്കെ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ വിശ്വാസങ്ങളും ചേർന്നിട്ടുള്ള ഒരു ചടങ്ങ് കൂടിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. 900 പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളാണ് വലിയ ആരാധനാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആരാധനയ്ക്ക് എത്തുന്ന ആളുകളെ നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. കാരണം ഇത്രയും വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. വലിയ ആശ്വാസം. അബുദാബിയിലെ ഒരു ഏഷ്യയിലെ മൊത്തം ഒരു ശ്രദ്ധാകേന്ദ്രമായി അബുദാബി മാറും. ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തും. വിനോദസഞ്ചാര രംഗത്തും ഒക്കെ വലിയ കുതിപ്പ് അബുദാബിക്ക്. തീർച്ചയായും ഈ ഘടകങ്ങൾ കൂടുതൽ കരുത്തേക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും എല്ലാവർക്കും അബുദാബിയിലേക്ക് സ്വാഗതം.